Okay, so this is the part 2 of understanding the job description and researching the company. റിസർച്ചിങ് ദ കമ്പനിയെ കുറിച്ച് ഞാൻ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇപ്പൊ നോക്കിയാൽ ഞാനിവിടെ സ്ക്രീനിൽ ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയുടെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതൊരു സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. ജോബ് ഡിസ്ക്രിപ്ഷനിൽ എപ്പോഴും നമ്മൾ ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ ഫുള്ളായിട്ട് നമ്മൾ വായിച്ചു നോക്കണം. അതിന്റെ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോ തന്നിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂമിൽ ആഡ് ചെയ്യുകയും നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ആഡ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ ഇതിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെ ആ ഒരു വേക്കൻസി ഉറപ്പാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എക്സാമ്പിൾ ഇവിടെ നോക്കിയേ, ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. സോ ഫസ്റ്റ് അവർ പറയുന്നത്, our innovative and growing company is looking to fill the role of logistics. If you are looking for an exciting place to work, please take a look at this list of qualifications. അപ്പോൾ അവരുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യാം, അവർക്ക് കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്, ആ റിക്വയർമെന്റ്സ് വായിക്കുക, ആ റിക്വയർമെന്റ്സ് അറിയുക. അറിഞ്ഞതിന് ശേഷം ഇന്റർവ്യൂവിന് അവർ നിങ്ങളുടെ റെസ്യൂം അയച്ചു കൊടുക്കാനാണ് അവർ താല്പര്യപ്പെടുന്നത്. അപ്പൊ എന്തൊക്കെയാണ് അവരുടെ ക്വാളിഫിക്കേഷൻസ്, അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് അവർ ആഗ്രഹിക്കുന്നത് അവരുടെ കമ്പനിയിൽ വരാൻ പോകുന്ന എംപ്ലോയിക്ക്. ആദ്യത്തെ പെർഫോമിംഗ് ഇൻവോയ്സിംഗ് ടാസ്ക്. ഇപ്പൊ ഇൻവോയ്സ് ഒക്കെ അടിച്ചു കൊടുക്കാൻ അറിയുന്ന ഒരു കുട്ടിയായിരിക്കണം. ഹാൻഡ്ലിംഗ് കോൺഫിഡൻഷ്യൽ മെറ്റീരിയൽ ഓൺ എ റെഗുലർ ബേസിസ്. അത് പ്രൊഫഷണൽ ആയിട്ടും വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടും ഡോക്യുമെന്റ്സ് കീപ്പ് ചെയ്യാനും അത് മൂവ് ചെയ്യാനും അറിയാവുന്ന ഒരു കാൻഡിഡേറ്റ് ആയിരിക്കണം. പിന്നെ വേരിയസ് മിസേലിയസ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കും, അതായത് നമ്മൾക്ക് ഇപ്പോൾ ഒരു ടാസ്ക് തന്നിട്ട് അത് മാത്രമല്ല, അതല്ലാതെ ആ ഓഫീസിന്റെ ചുറ്റിപ്പറ്റിയുള്ള ബാക്കി പല ടാസ്കുകളുടെ ചെയ്യാൻ കഴിവുള്ള, ഒരു മൾട്ടി ടാസ്ക് ചെയ്യാൻ കഴിവുള്ള ഒരാളായിരിക്കണം. ദെൻ പ്രോസസിങ് ബിൽ ഓഫ് ലോഡിങ് ഓൺലൈൻ. ഇപ്പൊ നിങ്ങൾക്ക് BL ഒക്കെ എടുത്തു കൊടുക്കാൻ, ഓൺലൈനിൽ BL ഒക്കെ ചെയ്യാൻ, ഇപ്പോൾ ലോജിസ്റ്റിക്സ് പഠിച്ച കുട്ടികൾക്കാണ് അറിയാം, BL ഒക്കെ ചെയ്യാൻ വേണ്ടി അറിയാവുന്ന ഒരു കുട്ടിയായിരിക്കണം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ അവർ തരും. അപ്പോൾ പേഷ്യന്റ് കെയർ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ, അപ്പോൾ അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ റെസ്യൂമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ സമ്മറിയിലെല്ലാം അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ഒബ്ജക്റ്റീവിൽ നിങ്ങൾക്ക് ഈ പ്രൊഫഷണൽ സമ്മറിയിലെ ചില കീവേഡ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ കുറേ കാര്യങ്ങൾ അവരോട് പറയുന്നുണ്ട്. അവരുടെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, പിന്നെ ക്വാളിഫിക്കേഷൻസ് അവർ പറയുന്നുണ്ട്, പിന്നെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. ഇപ്പൊ നോക്കിയാൽ ക്വാളിഫിക്കേഷൻസ് ഫോർ ലോജിസ്റ്റിക്സിൽ ലാസ്റ്റ് 2 സെന്റൻസ് നിങ്ങൾ നോക്കിയേ, നോളജബിൾ ഓഫ് വർക്കിംഗ് റിലേഷൻഷിപ്സ് വിത്ത് customers bureaus and strong problem solving and decision making skills plus the ability to think literally while also offering creative solutions. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻസ്, അപ്പോൾ ഇതൊക്കെ ഒരു സ്കിൽസ് ആണ് അവരുടെ കമ്പനിയിൽ അവരുടെ എംപ്ലോയിക്ക് വേണ്ട സ്കിൽസ്. ഇന്ന സ്കിൽസ് ഉള്ളവരെ അവർ കൂടുതൽ എടുക്കുമെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ റെസ്യൂമെയിൽ നമുക്ക് വേണമെങ്കിൽ ഈ സ്കിൽസ് ഇൻക്ലൂഡ് ചെയ്യാം. പ്രോബ്ലം സോൾവിംഗ് സ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം, ഡിസിഷൻ മേക്കിംഗ് സ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ ക്രിയേറ്റീവ് തിങ്കിങ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ നോക്കിയാൽ അവർ നോക്കുമ്പോൾ അവരുടെ ക്വാളിഫിക്കേഷൻ സ്കിൽസിനോട് സാമ്യമുള്ള ഒരു റെസ്യൂമെയാണ് നിങ്ങളുടേത്. അപ്പൊ നിങ്ങൾക്ക് ചാൻസസ് അവിടെ കൂടുതലാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ജോബ് ഡിസ്ക്രിപ്ഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം എന്ന് പറയുന്നത്. ഇനി അവർ വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം, ഹാവ് യു റെഡ് ദി ജോബ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് അവർ കമ്പനി, സോ വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻസ് വി മെൻഷൻഡ് ദർ, കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ അവർ ജോബ് റിക്വയർമെന്റ്സ്. ഞങ്ങൾ ആവശ്യപ്പെട്ട ജോബ് റിക്വയർമെന്റ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, അതൊന്നും ഞങ്ങളോട് പറയാമോ. അത് എന്തിനു വേണ്ടിയിട്ടാണ് അവരാ ചോദിക്കുന്നത്, അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചതിന് ശേഷമാണോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കമ്പനിയിലേക്ക് ഇന്റർവ്യൂ പോകുന്നതിന് മുന്നേ എപ്പോഴും നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിക്കണം. ഇനി ഏത് തസ്തികയിലേക്കാണ്, ഏത് ടൈറ്റിലേക്കാണോ നിങ്ങൾ അവർ എടുത്തിരിക്കുന്നത്, ഡോക്യുമെന്റേഷനിലേക്കാണോ, അല്ലെങ്കിൽ സെയിൽസിലേക്കാണോ, ടെലികോളിംഗിലേക്കാണോ, വെയർഹൗസിലേക്കാണോ, മനസ്സിലായില്ലേ. അപ്പൊ ഏത് ടൈറ്റിലാണ് നിങ്ങളുടെ ജോബ് ടൈറ്റിൽ എന്ന് നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇതിൽ ജോബ് ടൈറ്റിൽ കൊടുത്തിട്ടില്ല, പക്ഷെ ചില ജോബ് ഡിസ്ക്രിപ്ഷൻസിൽ ടൈറ്റിൽസ് ഉണ്ടാവും. ചിലർ ജനറൽ ആയിട്ട് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും നിങ്ങളെ ഒരു ജോബ് ടൈറ്റിൽ അവർ തരുന്നത്. ഓഫർ ലെറ്ററിലായിരിക്കും അത് ഉണ്ടാവുന്നത്. അപ്പോൾ ജോബ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുക, ജോബ് സമ്മറി പഠിക്കുക, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഇവിടെ ഇപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളായിരിക്കും നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഏൽപ്പിക്കുന്നത്. ഇവിടെ കുറെ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് അറിയണവരായിരിക്കണം. ലോജിസ്റ്റിക്സ് പഠിച്ചൊരു കുട്ടിയാണ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചെല്ലാം അറിയാം,
ഞാനപ്പോൾ ഈ ജോലിക്ക് ഫിറ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഈ ജോലിക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആണ് എന്ന് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇൻ്റർവ്യൂവിന് പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് അറിയണം. ആ കമ്പനിക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ജോബ് ഡിസ്ക്രിപ്ഷൻ വായിക്കണം, അത് പഠിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അവർ പറയും. അക്കോമഡേഷൻ ഉണ്ടാവും, സാലറി ഇത്ര, ഇൻസെൻറ്റീവ് ഉണ്ടാവും, അത് ഇത്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ നിങ്ങളുടെ കമ്പനിയുടെ കൾച്ചറിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എത്ര വർഷങ്ങളായിട്ടുള്ള കമ്പനിയാണ്, അതൊരു മൾട്ടിനാഷണൽ കമ്പനിയാണോ, അല്ലെങ്കിൽ ഇന്ത്യൻ ബേസ്ഡ് കമ്പനിയാണോ, അല്ലെങ്കിൽ ഒരു ന്യൂ കമ്പനിയാണോ, എന്താണ് അവരുടെ പ്രൊഡക്ഷൻസ്, ഇതെല്ലാം അറിഞ്ഞിരിക്കുക. പിന്നെ ഐഡന്റിഫൈ ദ കീ വേർഡ്സ് ഓഫ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇവിടെ ഇപ്പൊ നോക്കിയ സ്കിൽസിൽ കൊടുത്തിരിക്കുന്ന, ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പ്രോബ്ലം സോൾവിംഗ്, ഡിസിഷൻ മേക്കിംഗ് സ്കിൽ, ഇതൊക്കെ ഒരു കീ വേർഡ്സ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കാം, എടുത്തിട്ട് നിങ്ങളുടെ ഇതിൽ എഴുതാം. നിങ്ങൾ ഒരു 6 മാസം 7 മാസമൊക്കെ ഇന്റേൺഷിപ്പ് ഒക്കെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ആ റെസ്പോൺസിബിലിറ്റി എന്നുള്ള കാര്യം എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ബിൽ ഓഫ് ലാൻഡിങ്ങിനും ഓൺലൈൻ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ഏബിൾ ആണ്, നിങ്ങൾക്ക് അതുപോലെ അസിസ്റ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പല ഡോക്യുമെന്റേഷൻ ഇതിൽ നിങ്ങൾ ഏബിൾ ആണ് എന്നൊക്കെ നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. നമുക്കൊരു കമ്പനിയെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാനും നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലി എന്താണ്, നമ്മൾ ആ കമ്പനിയിൽ ഒരു എംപ്ലോയി ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, നമ്മുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരിക്കും എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു മുൻധാരണയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഇന്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ നിർബന്ധമായിട്ടും ആ കമ്പനീനെ കുറിച്ചും പഠിച്ചിരിക്കണം, ആ ജോബ് ടൈറ്റിലിനെ കുറിച്ചും അല്ലെങ്കിൽ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമിൽ സ്കിൽസും ഇതൊക്കെ ആഡ് ചെയ്യേണ്ടത്. നിങ്ങളുടെ സ്കിൽസിന്റെ ഒപ്പം തന്നെ ഈ ജോബ് ഡിസ്ക്രിപ്ഷനുള്ള ചില സ്കിൽസും കൂടെ നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യണം മസ്റ്റായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജോബ് വേക്കൻസി കുറച്ചും കൂടെ ഉറപ്പ് വരുത്താൻ വേണ്ടി അതുകൊണ്ട് സഹായകമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ ഈ 2 പാർട്ടിൽ ഉണ്ടായിരുന്നത്. പാർട്ട് 1 പാർട്ട് 2 ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ചിട്ടാണ്. പാർട്ട് 2 ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ ഒരു മോഡൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറേ ജോബ് ഡിസ്ക്രിപ്ഷൻസ് നിങ്ങൾ വായിച്ചു നോക്കണം. അപ്പൊ ഏത് ജോണറിലുള്ളവരാണ്, ലോജിസ്റ്റിക്സ് ഫീൽഡിലുള്ളവരാണെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് വായിച്ചു നോക്കാം. ഇല്ല ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോസ്പിറ്റൽ ഫീൽഡിലുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻസ് ഏത് രീതിയിലാണെന്ന് നോക്കിയിട്ട് അതിനെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം റെസ്യൂമെ സെൻഡ് ചെയ്യുക. അതിന് പഠിച്ചതിന് ശേഷം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. Okay, that's all about today's class. Thank you.